ഹലോ, ഋതുവിൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഋതുണ്ട് ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഓൻ എങ്ങനെ പറയുന്നത് ഓൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഗുഡ് മോർണിംഗ്. എപ്പോഴും എണീക്കുന്നവരെ ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്. എനിക്ക് സമയമൊന്നുമില്ല. 8:30, 9:30, 10:30 അങ്ങനെ സമയത്തെല്ലാം ഞാൻ എണീക്കുക. ഇനി നിങ്ങൾ വിചാരിക്കണ്ട എൻ്റെ അച്ഛനമ്മ എന്നെ തെറ്റത്ത് കടത്തിയിട്ട് പോയിന്ന്. ഒരു കാണുന്നുണ്ട് ഞാൻ ഇവിടുന്ന് എണീക്കുന്നില്ല. പിന്നെ എൻ്റെ ഉറക്കം അങ്ങനെ പോയിട്ടൊന്നുമില്ല. എന്നാലും എണീച്ചേക്കാം. കുറച്ച് എക്സസൈസ് ആകാം. ഇതിൻ്റെ മുന്നേ താഴ്ത്തിറങ്ങണമല്ലോ. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഇറക്കി തന്നിട്ട് ഇറങ്ങിയാൽ പോരല്ലോ, ഒറ്റക്ക് ഇറങ്ങണമല്ലോ. ഞാനൊന്ന് കീഞ്ഞ് പഠിച്ചു നോക്കട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഉറക്കം മാറിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഉറങ്ങി, നല്ലോണം ഇറങ്ങി. ആ സമയം കൊണ്ട് അമ്മ എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി. പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട. അമ്മ എനിക്ക് ഫുഡ് എടുക്കുന്നുണ്ട്. ഫുഡ് കണ്ട് കഴിഞ്ഞ് പല്ല് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിശപ്പ. ഫുഡ് കിട്ടുന്നവരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മ അതെടുത്ത് വന്ന് അടുത്തിരിക്കുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ഫുഡ് കിട്ടി. എൻ്റെ സന്തോഷം കണ്ടില്ലേ? ഫുഡ് കിട്ടിയല്ലേ. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയായിട്ട് ഫുഡെല്ലാം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പാല് കുടിച്ചു. പിന്നെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്തൊന്നും കുറച്ച് ഫുഡ് കഴിച്ചില്ല, ഒരു സമാധാനം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് പുലിമുരുകൻ്റെ പോസെല്ലാം ഇട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോകുന്ന സീനാണ്. ഇനി കുളിച്ചീന് കഴിഞ്ഞാൽ അച്ഛനാണ് എന്നെ കുളിപ്പിക്കുന്നത്. അച്ഛൻ എന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കാറുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം. പിന്നെ അച്ഛൻ എനിക്ക് ക്രീം തേച്ചു. പിന്നെ എന്തോരും തൈലം തേച്ച് മൂക്കിലെല്ലാം മണപ്പിക്കാൻ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവമാണ് കുപ്പായിടൽ. അതിനൊരു ബഹളം തന്നെ ഇവിടെ നടക്കും. അച്ഛൻ എങ്ങനെയല്ലോ എനിക്ക് കുപ്പായിൽ ഇടിപ്പിച്ചെന്ന് മുടിയെല്ലാം ചീന്തി കുട്ടപ്പനായി നല്ല മെടായി ഉണ്ണിയാക്കി രണ്ടിങ്ങനെ ഇരുത്തും. എൻ്റെ ചിരി കണ്ടില്ലേ? ഞാൻ പിന്നെ കുറേ നേരം ഫുട്ബോൾ കളിച്ച്, പിന്നെ വണ്ടിയിൽ കളിച്ച് എൻ്റെ കാലും കുടുങ്ങി എൻ്റെ എന്നെ രക്ഷപ്പെടുത്തി. പിന്നെ ഞാൻ എന്തെല്ലോ കളിച്ച്. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ആപ്പഴും എൻ്റെയും വന്നിട്ടുണ്ട്. ഓരോടെ ടാറ്റ പറയാൻ വേണ്ടി താഴത്ത് പോയി. എൻ്റെ സങ്കടം കണ്ടോ? ഓട് പോകുന്നേരം സങ്കടമാണെന്ന് എല്ലാവരും വിചാരിക്കുക. ശരിക്കും എൻ്റെ സങ്കടം എന്നെ കൂട്ടാണ്ട് പോകുന്നുണ്ട്. ശരിക്കും എല്ലാവരും പോകുമ്പോൾ എന്നെ കൂട്ടണം. അതാണ് എൻ്റെ ഇഷ്ടം, അതാണ് എൻ്റെ സങ്കടം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മനസ്സിലാവുന്നത് ഓരോട് ടാറ്റയെല്ലാം പറഞ്ഞ് പിന്നെ അച്ഛനോടും അപ്പനോടും, ഇതാണ് എൻ്റെ ശരിക്കും അപ്പനോടും വർത്താനം പറഞ്ഞ് തിരിച്ചു വന്ന് കിടന്നുറങ്ങി. പിന്നെ ഞാൻ പിന്നെയും ഉച്ചക്ക് എണീച്ച് അമ്മനക്ക് പിന്നെയും ഫുഡ് തന്ന് ഞാൻ നല്ല കുട്ടിയായി എല്ലാ ഫുഡും തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കളിക്കാൻ പോകുമ്പോൾ ഒരാളെ കൂടി ഞാൻ കളിച്ച എൻ്റെ അമ്മേൻ്റെ കൂടെയാണ് കളിച്ചത്. വിളിച്ചാകുമ്പോഴത്തും ഞാനും അമ്മയും കുറേ നേരം വിളിച്ചാകുമ്പോഴത്ത് കളിച്ച് ചിരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ IPL ക്രിക്കറ്റ് ഇല്ലേ, അത് കാണാനിരുന്നു. എൻ്റെ അച്ഛൻ ക്രിക്കറ്റ് കാണുന്നതുകൊണ്ട് ഞാനും ക്രിക്കറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് കടൽ കാണാൻ പോയി. കടൽ കണ്ട് കുറേ കടൽ കണ്ട്. പിന്നെ അവിടുന്ന് കുറേ ഏട്ടന്മാർ ചെണ്ട മുട്ടുന്ന കണ്ട്. തിരിച്ചു വരുമ്പോൾ മഴ ആയതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും ആടി ഈടിയെല്ലാം നിന്നിട്ടെല്ലാം വന്ന് കുറേ നേരം പോയിട്ട് വീട്ടിലെത്തി. അപ്പോൾ വേറെ വീഡിയോ ഒന്നും എൻ്റെ അമ്മക്ക് എടുക്കാൻ പറ്റില്ല. വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് കറണ്ടും ഇല്ലേനു. പിന്നെ എനിക്ക് പാല് തന്ന് ഫുഡ് തന്ന്